ഇന്ത്യൻ സിനിമ ഇപ്പൊ ഒരു സെക്കൻഡ് പാർട്ട് കൾച്ചറിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പടം റിലീസായ അത് ഹിറ്റ് ആയാലും ഫ്ലോപ്പ് ആയാലും അതിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ സെക്കൻഡ് പാർട്ട് ലീഡ് കൊടുക്കുന്നത് ഒരു നേർച്ച പോലെയാണ്. ഈ ഒരു സെക്കൻഡ് പാർട്ട് കൾച്ചർ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് തമിഴ് സിനിമയിലാണ്. വൻ ഹിറ്റായ പടങ്ങൾ, ആവറേജ് ആയിപ്പോയ പടങ്ങൾ, പിന്നെ ഔട്ട്റൈറ്റ് ഫ്ലോപ്പ് ആയിട്ടും സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത സിനിമകളും വേറെ ഉണ്ട്. ഹോളിവുഡ് ലെവൽ യൂണിവേഴ്സ് കൺസെപ്റ്റ് എല്ലാം ചേർത്ത് സീക്വൽ അനൗൺസ് ചെയ്യും, പക്ഷെ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഒഫീഷ്യലായി സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടും ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത തമിഴിലെ 6 വലിയ സെക്കൻഡ് പാർട്ടുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെറൈറ്റി അല്ലേ? ലിസ്റ്റിൽ ആദ്യം 24. 2016 വിക്രംകുമാർ സംവിധാനം ചെയ്ത സൂര്യ സിനിമയായിരുന്നു 24. കൺസെപ്റ്റ് വൈസ് 24 ഒരു അടിപൊളി സൈഫൈ ത്രില്ലർ ആയിരുന്നു. പീരിയോഡിക് ടൈം ട്രാവൽ, സൂര്യയുടെ മൾട്ടിപ്പിൾ റോൾ, വില്ലൻ, അങ്ങനെ മൊത്തത്തിൽ 24 ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരുന്നു. എന്തിനു ശേഷം ഹോളിവുഡ് ലെവൽ മേക്കിംഗ് കണ്ട തമിഴ് പടം 24 ആയിരുന്നു. ക്വാളിറ്റിയിൽ സൂര്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ്. സൗത്ത് ഇന്ത്യയിൽ ടൈം ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് ഒരുപാട് റീച്ച് ഉണ്ടായി കൊടുത്തൊരു പടം 24 ആയിരുന്നു. അത്രത്തോളം മികച്ചൊരു സിനിമയായിരുന്നു. പക്ഷെ പടത്തിന്റെ വിധി മറ്റൊന്നായിരുന്നു. പടം എത്ര മികച്ചതാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ബോക്സ് ഓഫീസിൽ പടം അറിയിച്ച വിജയമായിരുന്നില്ല. ഹോം സ്റ്റേറ്റിലൊക്കെ പടം സർവൈവ് ചെയ്തില്ല. അതിന്റെ ഏറ്റവും വലിയ കാരണം പടം ഇറങ്ങിയ ആ ഒരു കാലഘട്ടമായിരുന്നു 2016. ആ ടൈമിൽ ഇറങ്ങി തമിഴിലെ ക്വാളിറ്റിയിൽ മികച്ചിരുന്ന ഇതുപോലെ വന്ന ഫ്രഷ് അറ്റംപ്റ്റ് പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മിരുതനൊക്കെ. മിരുതനും 2016 റിലീസായിരുന്നു, പടം ഫ്ലോപ്പായി. ഇപ്പൊ മിരുതന്റെ ഒക്കെ ഒരു ലെവല് ഒന്ന് ആലോചിച്ചോക്കെ. അത്തരത്തിൽ കാലം തെറ്റി ഇറങ്ങിയ ഒരു നല്ല സിനിമയായിരുന്നു 24. 24 ഒരു ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്നെങ്കിൽ അന്ന് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമായിരുന്നെന്ന് ഡയറക്ടർ കൺഫേം ചെയ്തിരുന്നതാണ്. പിന്നീട് പടം റിലീസായി പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൂര്യ വെച്ച് തന്നെ 24നെ സീക്വൽ ചെയ്യാൻ പല അറ്റംപ്റ്റും നടന്നിരുന്നു. പക്ഷെ അതൊന്നും അങ്ങോട്ട് വർക്കായില്ല. ഇപ്പൊ 24 റിലീസായി 10 വർഷം ആകുമ്പോ 24ന് ഒരു സെക്കൻഡ് പാർട്ട് വരാൻ പോകുവാണ്. പക്ഷെ സൂര്യ ഇല്ലെന്ന് മാത്രം. വിക്രംകുമാർ ഒരു യങ് തെലുങ്ക് ആക്ടറെ വെച്ച് ഇപ്പോ 24ന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ തെലുങ്കിൽ ചെയ്യുവാണ്. അപ്പോഴും 24 എന്ന സ്വപ്നം പിന്നെയും ബാക്കി. ലിസ്റ്റിൽ രണ്ടാമത്തെ പടം എന്തിരൻ 3.0. എന്തിരൻ സിനിമയുടെ സെക്കൻഡ് പാർട്ടായി 2018 റിലീസാക്കിയ ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു 2.0. അന്ത ടൈമില് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ സിംഗിൾ പാർട്ട് സിനിമയായിരുന്നു 2.0. 2018 ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ റിലീസ്. ബാഹുബലിക്ക് പിന്നാലെ 2.0യിലൂടെ കോളിവുഡ് 1000 കോടി തൂക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. തമിഴ്നാട്ടിൽ നിന്ന് ബാഹുബലിയുടെ ഇൻഡസ്ട്രിയിട്ട് മാർക്ക് മാറ്റാൻ പോലും അന്ന് 2.0ക്ക് സാധിച്ചില്ല. 500 കോടിക്കടുത്ത് ബഡ്ജറ്റിൽ വന്ന പടം വേൾഡ് വൈഡായി 700 കോടിക്കടുത്ത് മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പടം ബോക്സ് ഓഫീസിൽ ഒന്നും അല്ലാതായിപ്പോയി. പടം വലിയൊരു സക്സസ് ആവാത്തത് കൊണ്ടായിരിക്കണം 3.0 എന്ന പുതിയൊരു വെർഷൻ കൊണ്ടുവന്ന് മൂന്നാം ഭാഗത്തിന് ലീഡ് കൊടുത്തിട്ടും അത് സംഭവിക്കാനത്. ഒരു മൂന്നാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഡയറക്ടർ ആ ടൈമിൽ കൺഫേം ചെയ്തിരുന്നെങ്കിലും എന്തിന് ഇനിയൊരു തേർഡ് പാർട്ട് സംഭവിക്കില്ല. ലിസ്റ്റിൽ 3 ഗോഡ് വേഴ്സസ് ഓജി. 2024 ദളപതി വിജയ് നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ഇച്ചിരി സൈഫൈ ഉള്ള ഒരു ത്രില്ലർ ആയിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട്. ഇത് ബോക്സ് ഓഫീസിൽ അത്ര വലിയൊരു സംഭവമായ സിനിമയൊന്നും അല്ല. വേൾഡ് വൈഡ് 400 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടെങ്കിലും ബ്രേക്ക് ഈവൻ കിട്ടി സർവൈവ് ചെയ്ത്, അത്രേ ഉള്ളൂ. ഈ പടം ഒരു അൾട്ടിമേറ്റ് അപരാധമായിരുന്നെങ്കിലും മര്യാദയ്ക്ക് എടുത്തിരുന്നെങ്കിൽ നല്ലൊരു പടമാണ്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ദളപതിക്ക് കൊടുത്ത ലുക്കായിരുന്നു. താടിയും മുടിയും ഡൈ അടിച്ച് ട്രിം ചെയ്തിരുന്നെങ്കിൽ യങ് ആവേണ്ടിരുന്ന മനുഷ്യനെ കൊണ്ട് DAGന് കയറ്റി കറണ്ടടിച്ച മുടിയും ജെട്ടി മീശയും വെച്ച് കൊടുത്ത് കോമാളിയാക്കി. പിന്നെ പടത്തിന്റെ യഥാർത്ഥ പ്ലോട്ട് കൊണ്ട് എന്ന് ടൈലന്റിന്റെ അറ്റത്ത് കൊണ്ടിട്ട്. ഈ പടം വെങ്കട് പ്രഭു ആദ്യം പ്ലാൻ ചെയ്ത രീതിയിലായിരുന്നെങ്കിൽ ഒരു കിടിലം പടമായിരുന്നേ. അതായത് ഇത് ക്ലോൺ ആണെന്നുള്ള ട്വിസ്റ്റ് ഇന്റർവെല്ലിലെ റിവീൽ ആവും. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ഈ മകന്റെ ക്ലോൺസ് റിപ്പീറ്റ് ആയി വരുന്നതും അതിനെ ഓരോന്നിനെ കൊന്നു യഥാർത്ഥ മകന്റെ അടുത്ത് എത്തുന്നതുമായിരുന്നു ഗോഡിന്റെ യഥാർത്ഥ കഥ. ഇത് ഇങ്ങനെയായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത് ചെയ്യാൻ ടെക്നിക്കൽ റിസ്ക്കും ഒരുപാട് സമയവും ബഡ്ജറ്റ് പിന്നെ ദാമ്പതിയുടെ ഡേറ്റ് കുറവും ഇതൊക്കെ കാരണമാണ് ഗോട്ട് ഈ പരുവായത്. ഇത് ഡയറക്ടർ തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് പടം കയ്യിൽ പോയപ്പോ മെയിൻ ട്വിസ്റ്റ് പടത്തിന്റെ എൻഡിൽ കൊണ്ടിട്ട് അടുത്ത പാർട്ടിന് ലീഡും കൊടുത്ത്. ഗോഡ് വേഴ്സസ് ഓജി എ വെങ്കട് പ്രഭു വില്ലൻ. ഇത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തതാണെങ്കിലും ഗോഡ് വേഴ്സസ് ഓജി വരാൻ ഒരു സാധ്യതയില്ല. ഇനി വിജയ് സിനിമയിലേക്ക് തിരിച്ചു വന്നാലും ഇതൊന്നും ചെയ്യുമെന്ന് അറിയത്തില്ല. ലിസ്റ്റിൽ 4 തുപ്പാക്കി 2. 2012 ദളപതി വിജയ് നായകനാക്കി AR ഡയറക്ട് ചെയ്ത പടമായിരുന്നു തുപ്പാക്കി. ദളപതിയുടെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ദളപതിയുടെ ആദ്യത്തെ 100 കോടി പടം. ക്വാളിറ്റിയിലും മേക്കിങ്ങിലും അന്നും ഇന്നും ടോപ്പിൽ നിൽക്കുന്ന വിജയ് പടം. വിജയുടെ ഇപ്പോഴത്തെ ഗോട്ട് വൈറസ് ഭൈരവയൊക്കെ കാണുമ്പോഴാണ് അന്ന് തുപ്പാക്കിയൊക്കെ എടുത്തു വെച്ചേക്കുന്ന ലെവല് മനസ്സിലാവുന്നത്. യാതൊരു വിജയ് ഫോർമുല ഇല്ലാതെ വന്ന് പുതിയൊരു വിജയം കാണിച്ചെന്നൊരു പടം കൂടിയായിരുന്നു തുപ്പാക്കി.
ഇപ്പൊ ഒരു വിജയ് സിനിമ വരുമ്പോ മാത്രം നോക്കുന്ന ക്രിഞ്ച് ലാഗ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഐറ്റവും ഈ പടത്തിൽ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് പടം. ആ ക്വാളിറ്റിയിൽ തന്നെ പടം ഇപ്പൊ ഇറക്കിയിരുന്നെങ്കിലും കുറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയിലെങ്കിലും അടിക്കും. ഏത് കാലത്തും വർക്കാവുന്ന ഒരു കഥയും മേക്കിങ്ങുമാണ് ഈ പടത്തിന്റെ. അത്തരത്തിൽ തമിഴിൽ വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. എടുത്തു പറയാനാണെങ്കിൽ അന്യൻ, ദശാവതാരം, യന്തിരൻ, അയൺ, മങ്കാത്ത, തുപ്പാക്കി. ഈ വൺ ടൈം വണ്ടർ എന്നൊക്കെ പറയുന്ന പരിപാടിയില്ല, അതാണ് പടം. അന്ന് തുപ്പാക്കി അത്രയും വലിയൊരു സക്സസ് ആയ ടൈമില് തുപ്പാക്കിക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 2018 ARM തുപ്പാക്കി 2 ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നത്. കത്തിക്ക് ശേഷം വന്ന വിജയ് ARM പടമായിട്ടുള്ള സർക്കാരിന്റെ ടൈമിലെ തുപ്പാക്കി 2 ലോക്ക് ചെയ്തിരുന്നു. ആ ടൈമിൽ ദർബാർ നേഷൻ തുപ്പാക്കി 2 ആണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് ARM തന്നെ കൺഫേം ചെയ്തിരുന്നു. തുപ്പാക്കി 2 ബന്ധപ്പെട്ട് 2019 ARM, വിജയ്, സന്തോഷ് ശിവൻ ഇവർ തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നതായി സിനിമോട്ടോഗ്രാഫർ സന്തോഷ് ശിവൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കോവിഡ് ടൈമിലാണ് എന്തൊക്കെയോ കാരണം തുപ്പാക്കി 2 ഡ്രോപ്പ് ആവുന്നത്. പിന്നീട് തുപ്പാക്കി 2ന്റെ സ്ലോട്ടിൽ ദളപതി 65 ആയി ARM മറ്റൊരു പ്രോജക്ട് സൈൻ ചെയ്തു. പക്ഷെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മുമ്പ് തന്നെ ആ പ്രോജക്റ്റും ഡ്രോപ്പ് ആയി. പകരം വന്ന പടമാണ് ദളപതി 65 ബീസ്റ്റ്. തുപ്പാക്കി 2ന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ജഗദീഷിന്റെ മറ്റൊരു ലീവ് ആയിരുന്നെന്നും ARM പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി ARM പറയുന്ന ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ അനൗൺസ് ചെയ്തിട്ട് നടക്കാതെ പോയ സെക്കൻഡ് പാർട്ടുകളുടെ ലിസ്റ്റില് തുപ്പാക്കി 2ന് വലിയൊരു സ്ഥാനമുണ്ട്. ലിസ്റ്റിൽ 5 കങ്കുവ. സൂര്യനായകനാക്കി സിർത്തെ ശിവ സംവിധാനം ചെയ്ത തമിഴിലെ ആദ്യത്തെ പാൻ വേൾഡ് പടമായിരുന്നു കങ്കുവ. തമിഴിലെ ബാഹുബലി എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്ത പടമാണ്. 2 പാർട്ടുകളായി സെറ്റ് ചെയ്ത പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് കങ്കുവ 2024 റിലീസിനെത്തി. കൊടൂര ഹൈപ്പ്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വാവളന്ന് പാക്കുന്നൊക്കെ അനാവശ്യ ഹൈപ്പ് കൊടുത്തിറക്കിയ ഒരു പട ദുരന്തമായിരുന്നു കങ്കുവ. അലറി അലറി സൂര്യയുടെ തൊണ്ടയും പോയി, പടം കണ്ടവരുടെ ചെവിയും പോയി. 400 കോടിക്കടുത്ത് ബഡ്ജറ്റിൽ വന്ന ഈ പടം 110 കോടിയാണ് ഫൈനൽ ഇട്ടത്. സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും മോശം റിവ്യൂ വന്ന ഡിസാസ്റ്റർ ആയി കങ്കുവ മാറി. ശരിക്കും കങ്കുവ എന്ന് പറയുന്നത് 2 പാർട്ടുകളായി ഉള്ള ഒരു കഥയാണ്. സെക്കൻഡ് പാർട്ടിലാണ് പടത്തിന്റെ മെയിൻ പരിപാടിയൊക്കെ. കാർത്തി vs സൂര്യ. ചേട്ടന്റെ പടത്തിൽ അനിയൻ വില്ലനായി കങ്കുവ 2ന് ലീഡ് കൊടുത്തു. എന്നാൽ ഈ പടത്തിൽ കൊണ്ട് തല വെച്ച് കൈതിറ്റതിന് മുമ്പ് സൂര്യ കാർത്തി എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് കളഞ്ഞതല്ലാതെ നോ പ്രയോജനം, ഒരു കാര്യമില്ലായിരുന്നു. കങ്കുവയുടെ വലിയ പരാജയം കങ്കുവ 2വിനെയും നല്ല രീതിയിൽ ബാധിച്ചു. പച്ച സ്റ്റുഡിയോയ്ക്ക് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പടം കാരണം ഉണ്ടായത്. കഥയിൽ പാതി വഴിയിലെത്തി നിൽക്കുന്ന കങ്കുവയുടെ സെക്കൻഡ് പാർട്ട് ഇനി സംഭവിക്കാൻ സാധ്യതയില്ല. കങ്കുവ 2 നടക്കാൻ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പ്രൊഡ്യൂസറെ കൺഫേം ചെയ്ത സ്ഥിതിക്ക് കങ്കുവ 2 ഒന്നും ഇല്ല. ലിസ്റ്റിൽ ലാസ്റ്റ് ഒരു അഡാർ ഐറ്റം ആണ്. സംഭവിക്കാൻ സാധ്യതയുള്ള അതേസമയം സാധ്യതയില്ലാത്ത, സംഭവിച്ചാൽ ബോക്സ് ഓഫീസിന്റെ പരിപ്പിളക്കി തമിഴിൽ നിന്ന് 1000 കോടി പുഷ്പം പോലെ തൂക്കാൻ കെൽപ്പുള്ള ഒരു പ്രോമിസിംഗ് ഐറ്റം. ലിയോ 2. 2023 ദളപതി വിജയ് നായകനാക്കി ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു ലിയോ. വിക്രമിന് ശേഷം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി വന്ന 3ാമത്തെ പടം. ലിയോ ഒരു സിനിമ എന്നതിനപ്പുറം പലർക്കും ഒരു ചെറിയ ഇമോഷനാണ്. കാര്യം അനൗൺസ്മെന്റ് മുതൽ റിലീസ് വരെ ഇത്രയും ആഘോഷമാക്കി മാറ്റിയ ഒരു പടം വേറെ കാണില്ല. ഓരോ അപ്ഡേറ്റും ഫാൻ തിയറികളും അങ്ങനെ റിലീസ് വരെ കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ലൈവായി നിന്നൊരു പടം വേറെ കാണത്തില്ല. ലിയോ അതൊരു സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ ലിയോയിലൂടെ ലോകേഷ് 2 വാതിലുകളാണ് തുറന്നത്. ഒന്ന് LCU, മറ്റൊന്ന് ലിയോ 2. LCU എൻട്രിയും സീക്വൽ ലീഡും കൊടുത്തുകൊണ്ടാണ് ലിയോ അവസാനിച്ചത്. ലിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുമെന്ന് ലോകേഷ് കനകരാജ് തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷമാണ് വിജയ് പാർട്ടി രൂപീകരിച്ചതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും സിനിമ ഉപേക്ഷിക്കുന്നതും. ഈ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് LCUവിനെയും ലിയോയെയാണ്. നോക്കണം, തമിഴ് സിനിമയിൽ അഭിനയിച്ച ഒരു പടത്തിന്റെയും സെക്കൻഡ് പാർട്ട് ചെയ്യാത്ത ഒരു ആക്ടർ വിജയ് ആണ്. അങ്ങനെ 100% വരാൻ സാധ്യതയുള്ള ലിയോ 2 ആയപ്പോഴേക്കും പുള്ളി സിനിമയും കളഞ്ഞിട്ട് പോയി. ലിയോ 2വിന്റെ കഥ റെഡിയാണ്. വിജയ് ഓക്കെ പറഞ്ഞാൽ എന്തായാലും അത് സംഭവിക്കുമെന്ന് ലോകേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കാൻ സാധ്യത കുറച്ച് കുറവാണ്. ഈ ഇലക്ഷനിൽ വിജയ് വിജയിച്ച് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അതുപോലെ ഈ ലിസ്റ്റിലെ മറ്റു പടങ്ങൾ പോലെ വരില്ല എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. എവിടേക്കോ ഒരു ചെറിയ ലിയോ 2 സാധ്യത ഉണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ്. ഇതിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കാം. അപ്പോ ഓക്കെ, ബൈ.